വാക്കുമില്ലാത്തത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകാത്ത ഇടത്തു നിന്നാണ് ജനാധിപത്യം മരിച്ചു പോവുകയും ഏകാധിപതികൾ പിറവികൊള്ളുകയും ചെയ്യുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ചിമ്മിനി വിളക്ക് വെച്ച് വെളിച്ചം കാണേണ്ട നേതൃത്വമുണ്ടായത്? 70 കോടിയും 50 കോടിയും 90 കോടിയും ഇവിടെ ചെലവാക്കി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സാധാരണക്കാരന്റെ ജീവിത നിലവാരം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉയരുന്നില്ല എങ്കിൽ ഏകാധിപത്യം ക്ഷമിക്കുകയും ചെയ്യുന്നു. ആറ്റിങ്ങൽ നിയമസഭാ സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രന് സ്വീകരണം നൽകിയപ്പോൾ മൺമട്ടിയും മൺകോരിയും അതാണ് RSPയുടെ ചിഹ്നം. തൊപ്പിച്ചന്തയിൽ RSP നേതാവും സ്ഥാനാർത്ഥിയുമായ സന്തോഷ് ഭദ്രൻ പാർട്ടി ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. മണമ്പൂർ കൂടെ നജീമ മെമ്പർ, മുൻ മെമ്പർ നസീർ, അതുപോലെ മണ്ഡലം പ്രസിഡന്റ് സവാദ് ഖാൻ, മറ്റ് മെമ്പർമാർ ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കട്ട് ചെയ്തോ പൊക്കളായിരുന്നു. താങ്കളുടെ ഇന്നത്തെ പര്യടനം കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്? അത് എങ്ങനെയാണ് ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സമീപനവും എങ്ങനെയാണ്? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായാണ് ആറ്റിങ്ങലിലെ ജനങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നതും. ഐക്യ ജനാധിപത്യ മുന്നണി ഏറെ നാളുകൾക്ക് ശേഷം ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വിജയിക്കാൻ പോവുകയാണ് എന്ന ആത്മവിശ്വാസം സാധാരണ പ്രവർത്തകർ എന്നിലും നിറയ്ക്കുന്ന ഊർജ്ജം ചെറുതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയ സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 100% വിജയ സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. പ്രമുഖ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. പ്രേമചന്ദ്രൻ MP, സന്തോഷ് ഭദ്രൻ ജില്ലാ പ്രസിഡന്റായ കല്ലമ്പലം നബീൽ, വക്കം സുകുമാരൻ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കുന്നു. പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ സാഹസികമായ നിരവധി സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മികവാർന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ രംഗത്ത് പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുന്ന മികവാർന്ന പൊതുപ്രവർത്തകൻ, ഏറ്റവും മികവുറ്റ പ്രഭാഷകൻ, വസ്തുനിഷ്ഠമായി രാഷ്ട്രീയ വിഷയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവും പ്രാപ്തിയും ശേഷിയും ശേംഷിയുമുള്ള യുവ പൊതുപ്രവർത്തകൻ സന്തോഷ് ഭദ്രനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മൺവട്ടിയും മൺകോരികയും അടയാളത്തിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വ്യക്തിഗതമായി സ്ഥാനാർത്ഥികളെ തുലനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ, രാഷ്ട്രീയം മാറ്റിവെച്ച് സ്ഥാനാർത്ഥികളിൽ മികവാർന്ന സ്ഥാനാർത്ഥി ആര് എന്നതാണ് പരിഗണനാ വിഷയമെങ്കിൽ അത്യുജ്വല ഭൂരിപക്ഷത്തോടെ വോട്ട് നൽകി ജയിപ്പിക്കേണ്ടതും ഈ സന്തോഷ് ഭദ്രനെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിയമങ്ങൾ തുടങ്ങാൻ വേണ്ടി പലിശരഹിത 5 ലക്ഷം രൂപ വായ്പ ഈ UDF സർക്കാർ വന്നാൽ നൽകും. അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ്. അങ്ങനെ 5 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. പല സഖാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ പോകുമ്പോൾ ഇതിന് രഹസ്യമായ വീടുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും